ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആങ്കർ കുട്ടൻ. അപ്പം നമ്മൾ ഇന്നത്തെ ദിവസം എന്ന് വെച്ചാൽ തിരുവോണ ദിവസമാണ്. ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ടായിരിക്കാം, ചിലപ്പോൾ അതിൻ്റെ പിറ്റേന്നായിരിക്കാം ഗൈസ്. അപ്പോൾ നമുക്കിന്ന് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ബ്ലോഗിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മളിന്ന് കുറേ ഫുഡൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. നല്ല നല്ല ഫുഡൊക്കെ നമുക്ക് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കണ്ടേ. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ എഴുന്നേറ്റു. അപ്പോൾ ഇന്നത്തെ ഓൾ ഡേ ബ്ലോഗാണ് നമുക്കിന്ന് വരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ മറക്കണ്ട. പിന്നെ മമ്മിയുടെ വീട്ടിൽ നിന്ന് അപ്പച്ചനെയൊക്കെ നമ്മൾ പോകുന്നുണ്ട് കേട്ടോ. കാരണം ഇന്നൊരു ഓണമായിട്ട് നമ്മൾ കൊണ്ടുവന്നല്ലേ പറ്റൂ. കാരണം എല്ലാവരും ഒന്നിച്ചൊരു ഭക്ഷണമൊക്കെ കഴിക്കുന്ന ഒരു പ്രത്യേക ഒരു സന്തോഷമാണല്ലോ. അപ്പം നമുക്കിപ്പോൾ ആകെ മിസ്സിംഗ് ആയിട്ടുള്ള ആളിനും നമ്മുടെ ചേച്ചിക്കുട്ടിയൊക്കെ ഉണ്ട്. ചേച്ചിക്കുട്ടി പിന്നെ പെങ്ങളേച്ചിയൊക്കെയാണ് നമുക്ക് മിസ്സിംഗ് ആയിട്ടുള്ളത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ മറക്കണ്ട. അപ്പം വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമ്മൾ അടപ്രഥമനുള്ള പരിപാടിയാണ് കേട്ടോ. അത് ഓൾറെഡി നടന്നുകൊണ്ടിരുന്നതാണ്. അതിൻ്റെ ഇടയ്ക്കൂടെ നമുക്ക് പാല് കൊണ്ടുവരുന്ന ചേട്ടൻ വന്നു. പാല് വാങ്ങിച്ചു വെച്ചു തിളപ്പിക്കാൻ. അതിനുശേഷം ഞാൻ അങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ നല്ല സൂപ്പർ സലാഡിന് റെഡി ആയിട്ടിരിക്കും കേട്ടോ. അപ്പോൾ രാവിലത്തേന് തന്നെ നമ്മുടെ അമ്മച്ചിക്ക് ഓട്സ് ഉണ്ടാക്കണമായിരുന്നു. അപ്പോൾ അതും നമ്മൾ റെഡിയാക്കി കഴിഞ്ഞു. പിന്നെ ഇത് കണ്ടോ ഗൈസ്, ഇതാണ് മമ്മി തലേനെ ഉണ്ടാക്കി വെച്ച നമ്മുടെ രസമാണ് ഗൈസ്. പിന്നെ മെയിൻ സാധനമുണ്ട്, അതാണ് നമ്മുടെ ഇഞ്ചിപ്പുളി. അപ്പോൾ ആ നേരം കൊണ്ട് മമ്മി സൈഡിലൂടെ പായസത്തിൻ്റെ പരിപാടിയൊക്കെ ഏകദേശം ഒന്ന് ഓക്കെ ആക്കി വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ മെയിൻ കാര്യമുണ്ട് അവിയൽ. അതിനുള്ള പരിപാടി മമ്മി നോക്കുന്നുണ്ട്. അതാണിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സൂപ്പറല്ലേ? അവിയലും ഒക്കെ വെച്ചൊരു ഓണം ഉണ്ണാന്ന് വെച്ചാൽ എന്താ മോനെ. അതിൻ്റെ ഇടയ്ക്കൂടെ നമ്മൾ അപ്പച്ചനെ വിളിച്ചുകൊണ്ട് വന്നു. മമ്മിയുടെ അപ്പച്ചനെ ഇപ്പം നമ്മൾ പൊക്കി എടുത്തുകൊണ്ട് വന്നു. അവർ അപ്പച്ചന്മാരെന്ന് പറയുമ്പോൾ നമ്മുടെ മമ്മിയുടെ അപ്പച്ചനും പപ്പയുടെ അപ്പച്ചനും ഉണ്ട്. രണ്ടുപേരും കൂടെ കഥകൾ ഒരുപാട് പറയുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്കൂടെ നമ്മളെ അമ്മച്ചി ഇവിടെ ഉണ്ട് കേട്ടോ. മമ്മിയുടെ അമ്മച്ചി 3 വർഷമായി കേട്ടോ നമ്മൾ വേർപിരിഞ്ഞിട്ട്. മിസ് ചെയ്യുന്നുണ്ട് നന്നായിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൂടെ നമ്മുടെ ചേച്ചിക്കുട്ടിയും അളിയനും ഒക്കെ വീഡിയോ കോൾ ചെയ്തു, അപ്പച്ചനുമായിട്ട് സംസാരിച്ചു. അപ്പം അവരും നമ്മുടെ വീഡിയോയിൽ വന്നതിൽ വളരെ സന്തോഷമുണ്ട്. കണ്ടല്ലോ, അവരും അവിടെ ഓണം ആഘോഷിക്കുന്ന കാര്യവും. പിന്നെ അത് അളിയൻ്റെ പെങ്ങളാണ് കേട്ടോ ഹായ് ഒക്കെ തന്നെ. അതാണ് മോനെ പൊളിച്ച്. അതിൻ്റെ ഇടയ്ക്കൂടെ ഞാൻ അടുക്കള നോക്കിയപ്പോൾ കാണാം എന്താ പരിപ്പ് അടിപൊളി. പിന്നെ ഇത് കണ്ടോ, സൂപ്പറാണ്. പരിപ്പിന് കടുവറക്കുക ചോദിച്ചു. അപ്പത്തിന് പരിപ്പൊക്കെ കടുവറുത്ത് റെഡിയായി കേട്ടോ. അപ്പം സൈഡിൽ നോക്കിയപ്പോൾ കാണാം അവിയൽ. മോനെ സെറ്റായി. ഇപ്പോഴല്ലേ അവിയലായി. അതിൻ്റെ ഇടയ്ക്കൂടെ തോരനും സെറ്റായി മോനെ. അതാണ് അതിൻ്റെ ഇടയ്ക്കൂടെ ഫ്രൈ പാനിൽ തോരൻ സെറ്റായിരുന്നു, അതും കൊണ്ട് മാറ്റി. പിന്നെ സാമ്പാർ, അത് മെയിനാണ്. നമ്മുടെ സാമ്പാർ സെറ്റായി. പിന്നെ നമുക്ക് മെയിൻ വേണ്ടതാണ് നമ്മുടെ മോര് കറി. അപ്പോൾ അതില്ലാതെ എന്ത് ഓണം. അങ്ങനെ മോരും സെറ്റായി. കടുക് വറുത്തങ്ങോട്ട് അരച്ചിട്ടപ്പോൾ നമ്മുടെ പരിപ്പും സെറ്റായി. പിന്നെ ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഓണത്തിൻ്റെ കറിക്കൂട്ടുകൾ. അതിൻ്റെ ഇടയ്ക്കൂടെ നമുക്ക് പപ്പടം പൊള്ളിച്ചെടുക്കുന്നുണ്ട്. ചുമ്മാ ഒന്ന് അടുക്കള ഒന്ന് കയറി ഇറങ്ങുമല്ലേ ഇന്നത്തെ ദിവസം. പപ്പടം പൊള്ളിച്ചാൽ അടിപൊളിയായിട്ട് ചുട്ടിങ്ങെടുത്തു. അതിൽ നിന്ന് 2 എണ്ണം നമ്മൾ കഴിക്കുകയും ചെയ്തു കേട്ടോ. സൈഡിൽ മാറ്റിയിടും ഞാൻ കഴിക്കും. ഇത് തന്നെ പരിപാടി. നമ്മുടെ ഡബയ്ക്കകത്തൊക്കെ ആക്കി വെക്കും. എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും കൊടുക്കണമല്ലോ. കൊടുക്കുന്ന സമയത്ത് നല്ല തണുക്കാതെ നല്ല സൂപ്പറായിട്ട് എടുക്കണ്ടേ. അതിനുവേണ്ടി നമ്മൾ ഡബ്ബയിലാക്കി നല്ല പപ്പടം പൊള്ളിച്ച് നല്ല സെറ്റാക്കുവാണ്. കണ്ട മമ്മയുണ്ട് എണ്ണ ചൂടായി പപ്പടം കിട്ടുമ്പോൾ ഷൂന്ന് പറഞ്ഞ് ചുട്ടിഞ്ഞ് ചോദിച്ചു. അത്രയും കറിയൊക്കെ നമുക്ക് ആവുന്ന രീതിയിൽ ഇത്രയൊക്കെ നമുക്ക് ഒപ്പിച്ചെടുക്കാൻ പറ്റി. അത് തന്നെ വലിയൊരു സന്തോഷം. പച്ചടിയൊക്കെ കിടുവായിട്ടാണ് മോനെ. ഇതൊക്കെ കൂട്ടി ഒരു ചോറും കൂടെ കഴിച്ച് കഴിഞ്ഞാൽ പൊളിക്കും. അതാണ് ഐറ്റം എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര ഐറ്റം. നമ്മുടെ ബീട്രൂട്ട് പച്ചടി, മോര്, അവിയൽ, തോരൻ, ഇഞ്ചിപ്പുളി, പിന്നെ സാമ്പാറുണ്ട് കേട്ടോ. അതും മെയിനാണ്. സാമ്പാറും പരിപ്പും ഒക്കെ ഇല്ലാത്ത ഓണമുണ്ടോ, അത് വേണമല്ലോ. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്നൊരു ഫുഡങ്ങായി. അടിപൊളിയല്ലേ? എല്ലാവരും കൂടെ ഒന്നിച്ച് ഫുഡ് കഴിച്ചപ്പം സന്തോഷമായി കേട്ടോ. നമ്മുടെ അപ്പച്ചനും അമ്മച്ചിയും നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടെ ചേർന്ന് ഫുഡ് കഴിച്ചപ്പോൾ അപ്പച്ചനും കഴിക്കുന്നുണ്ട്. മമ്മിയുടെ അപ്പച്ചൻ അവിടെ സൈഡിൽ ഇരുന്ന് ഫുഡ് കഴിക്കുന്നു. ഇതൊക്കെ ഒരു സന്തോഷം കേട്ടോ. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യം പറഞ്ഞു, കോമഡി പറഞ്ഞു, സന്തോഷമായിട്ട് ഫുഡ് കഴിച്ചു. അതിൻ്റെ ഇടയ്ക്കൂടെ എല്ലാവർക്കും നമ്മൾ സെർവ് ചെയ്തു. അപ്പം നമ്മൾ ഓരോരുത്തരും ഓരോ ടൈമിൽ കഴിക്കുമല്ല, നമ്മൾ ഫാമിലിയായിട്ട് ഒന്നിച്ചാണ് എല്ലാം ചെയ്യുന്നത്. അപ്പം കുറച്ച് പേര് കഴിച്ചിട്ട് നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പിന്നെ ഇരുന്നതാണ്. അപ്പം നമ്മുടെ അപ്പച്ചനും അമ്മച്ചൊക്കെ സന്തോഷമായിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഒരു സന്തോഷമല്ലേ? നമ്മൾ ഫാമിലിയായിട്ട് നമ്മൾ ഈ പ്രായമായ അപ്പച്ചനും അമ്മച്ചിയൊത്തൊക്കെ കഴിക്കുന്നത്. നമ്മുടെ അപ്പച്ചന്മാർ 2 പേരും എന്തായാലും നല്ല ഫുഡൊക്കെ കഴിച്ചു. അതൊക്കെ വലിയ സന്തോഷമാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് ഇതൊക്കെ. ഒരു ഓണമെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും കൂടെ ഒത്തുകൂടുമ്പോൾ അവരും കൂടെ ചേർന്ന് നമ്മൾ കഴിക്കാമെന്ന് വെച്ചാൽ എന്ത് സന്തോഷമല്ലേ? അതൊക്കെ ഒരു സന്തോഷമാണ്. അങ്ങനെ നമ്മൾ അപ്പച്ചൻ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിരുന്ന അപ്പച്ചനാണ് അങ്ങനെ പൊക്കി എടുത്തുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ നമ്മൾ ഓണത്തിന് വിളമ്പിയ കൂട്ട് ഇതാണ് കേട്ടോ. നമ്മുടെ വെളുത്തുള്ളി അച്ചാറുണ്ട്, പരിപ്പ്, പപ്പടം, മോര്, സാമ്പാർ, അവിയൽ, തോരൻ, ഇഞ്ചിപ്പുളി. ഇതൊക്കെയാണ് നമ്മുടെ ഓണത്തിന്. നിങ്ങളെന്തൊക്കെയാണ് കഴിക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ ഇതൊക്കെ നമുക്കൊരു കൊച്ചൊരു ഓണം എന്ന് പറയാം. ആ രീതിയിലൊരു സന്തോഷകരമായ ഒരു ഓണം നല്ലപോലെ നമുക്ക് ആസ്വദിക്കാൻ പറ്റി.
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ മറക്കണ്ട. അതിനുശേഷം നമ്മളിരുന്ന് കേട്ടോ, നമ്മളെല്ലാവരും ഫുഡ്, അനിയൻ കുഞ്ഞുണ്ടായിരുന്നു, മമ്മി ഉണ്ടായിരുന്നു, പപ്പ ഉണ്ടായിരുന്നു, പിന്നെ ഞാനില്ലാതിരിക്കില്ലല്ലോ, അങ്ങനെ ഞാനും ഉണ്ടായിരുന്നു. അവസാനം എല്ലാ ഫുഡടിയും കഴിഞ്ഞിട്ട് നല്ലൊരു സെൽഫിയായി. അതാണ്, സെൽഫി ഇല്ലാത്ത പരിപാടി ഇല്ലല്ലോ നമുക്ക്. പിന്നെ അവസാനം സന്ധ്യയായി കേട്ടോ, പ്രാർത്ഥിച്ച് അപ്പച്ചനെ ഞങ്ങൾ കൊണ്ടുപോവാണ്. അപ്പച്ചനെ കൊണ്ടുപോയി കാറിലേക്ക് കയറ്റുകയാണ്. അങ്ങനെ നമ്മുടെ ഓണം അങ്ങനെ അങ്ങ് പോയി സന്തോഷകരമായിട്ട്. അപ്പച്ചനെ കയറ്റി നമ്മൾ അപ്പച്ചനെ യാത്രയാക്കുകയാണ് ഗൈസ്. അപ്പം അപ്പച്ചനെ തിരിച്ച് നമുക്ക് വീട്ടിൽ കൊണ്ടാക്കണമല്ലോ. ഏകദേശം സന്ധ്യയായി കേട്ടോ. അപ്പം നമ്മൾ കൊണ്ടുവന്നു, സന്തോഷകരമായി എല്ലാവരും ഒത്ത് സംസാരിച്ചു, സന്തോഷമായി ഫുഡ് കഴിച്ചു. നല്ലൊരു സന്തോഷ ദിവസമായിരുന്നു തിരുവോണ ദിവസം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ മറക്കണ്ട. അപ്പോൾ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ.